ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഡെയിലി ബൂസ്റ്ററിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഡേ 21 ഇന്ന് 184/24 നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞ മേട്രന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാം. എപ്പോഴും പറയും പോലെ തന്നെ ബുക്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ കോഡ് ജസ്റ്റ് ഒന്ന് എഴുതി വേണം കേട്ടോ പോകാനായിട്ട്. ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തത്, ഏതൊക്കെ കോഡ് നമ്മൾ ചെയ്തു എന്ന് നമുക്കൊരു ഐഡിയ വേണം. 20 ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇമ്പ്രൂവ്മെന്റ് എത്രത്തോളം ആണെന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഡെയിലി ഇത് ഫോളോ ചെയ്യുന്നവർക്ക് അതിന്റെ ആ ഇമ്പ്രൂവ്മെന്റ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ ചേർക്കാനാണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. ആഫ്റ്റർ എ ലോങ് എൻക്വയറി ദേ ബോട്ട് എ യു ഫ്രം ചെന്നൈ. യു ഇതിങ്ങനെയാണ്, ഈവ് അല്ല. നമ്മൾ റാം, ഈവ് എന്താണ്, ഫീമെയിൽ ഷീപ്പാണ് അല്ലേ നമ്മൾ പഠിച്ചു വെക്കുന്നത്. ഞാൻ അന്നും പറഞ്ഞിരുന്നു, പഠിക്കുന്നത് എളുപ്പത്തിന് വേണ്ടി റാം, ഈവ് എന്നായിരുന്നു പഠിച്ചു വെച്ചത്. പക്ഷെ ഇത് ശരിക്കും പ്രൊനൗൺസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, യു എന്നാണ്. ഓക്കെ, ആഫ്റ്റർ എ ലോങ് എൻക്വയറി, ഒത്തിരി അന്വേഷണങ്ങൾക്ക് ശേഷം അവർ എന്ത് കിട്ടി, അവർ പുതിയൊരു ഫീമെയിൽ ഷീപ്പിനെ മേടിച്ചു എന്നാണ്. അപ്പൊ ഇവിടെ ഏതായിരിക്കണം വരേണ്ടത്? എ ആണോ ആൻ ആണോ എ ആണോ എന്നായിരിക്കും. നമുക്ക് ആനിലേക്കും എയിലേക്കും ആയിരിക്കും ഡൗട്ട് അല്ലേ. ഇവിടെ എന്താണ്, യു എന്നുള്ളതാണ് വായിക്കേണ്ടത്. സോ അവിടെ ഏതാണ്, അവിടെ വ്യഞ്ജനാക്ഷരങ്ങളാണ് അല്ലേ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എ ആണ്. ആഫ്റ്റർ എ ലോങ് എൻക്വയറി ദേ ബോട്ട് എ യു ഫ്രം ചെന്നൈ. കംപ്ലീറ്റ് ദ ഗിവൺ സെന്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ പ്രപ്പോസിഷൻ ചേർത്തിട്ട് നമുക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ പ്രപ്പോസൽ ഹാഡ് സിഗ്നിഫിക്കൻറ്റ് ഡ്രോബാക്സ്, സോ ഷീ വാസ് ആംഗ്രി ഡാഷ് മൈ ഡിസിഷൻ ടു അക്സെപ്റ്റ്. എന്താണ് ആ പ്രപ്പോസലിന് ഒത്തിരി എന്താണ് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷീ വാസ് ആംഗ്രി, ആരോട്, മൈ ഡിസിഷൻ ടു അക്സെപ്റ്റ്. എന്നോടല്ല, എൻ്റെ ഡിസിഷൻ, എൻ്റെ തീരുമാനത്തോട്, ഞാനത് സ്വീകരിക്കാനുള്ള എൻ്റെ തീരുമാനത്തോട് അവൾ എന്താണ് ദേഷ്യത്തിലായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് വരേണ്ടത്, ആംഗ്രി അറ്റ് ആണ് വരേണ്ടത്. അറ്റ് മൈ ഡിസിഷൻ ആണ്, ആംഗ്രി അറ്റ് മൈ ഡിസിഷൻ. അതെങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? ആംഗ്രി നമ്മൾ വിത്ത് ചേർക്കാറുണ്ട്. ആംഗ്രി വിത്ത് എ പേഴ്സൺ ആയിരിക്കും, വിത്ത് എ പേഴ്സൺ. ആരെങ്കിലും വ്യക്തികളെയാണ് പറയേണ്ടെങ്കിൽ വിത്ത് ആണ് വരേണ്ടത്. അടുത്തതാണെങ്കിൽ ആംഗ്രി അറ്റ് ആണ് എന്ത് വരേണ്ടത്, ആംഗ്രി അറ്റ് സംതിങ് എന്നുള്ളതാണ്. ഓക്കെ, ആംഗ്രി വിത്ത് എ പേഴ്സൺ, ഏതെങ്കിലും ആളോടാണ് ദേഷ്യമെങ്കിൽ എന്താണ് ആ ഒരു പേഴ്സൺ, അപ്പൊ വിത്ത് വേണം. ആംഗ്രി വിത്ത് എ പേഴ്സൺ അല്ലെങ്കിൽ ആംഗ്രി വിത്ത് ആരോടാണെന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. ആംഗ്രി അറ്റ് സംതിങ്, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം, അങ്ങനെ വരുമ്പോഴേക്കും എന്താണ്, അറ്റ് ആണ് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ്. എന്താണ്, ലാപ്പിഡറി ആണ്. ലാപ്പിഡറി അതെങ്ങനെയാണ്, എൻഗ്രേവിങ്, കട്ടിങ് എന്നൊക്കെ പറയാം, അതാണ് അതിന്റെ മീനിങ്. അപ്പൊ ഏതാണ് ലാപ്പിഡറി? ഇതാണ് ലാപ്പ് ഇഡ് എറി, ലാപ്പിഡറി ഇതാണ് അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് വന്നത്. LAEP ഒന്നും വേണ്ട, എന്താണ് സിമ്പിൾ ആയിട്ട് ലാപ്പ് ഇഡ് എറി, ലാപ്പിഡറി ഇതാണ് അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഫൈൻഡ് വൺ വേർഡ് ഫോർ. എന്താണ് എ പബ്ലിക് പ്ലേസ് ഫോർ വാക്കിംഗ്. നമുക്ക് നടക്കാനുള്ള ഒരു പബ്ലിക് പ്ലേസിനെ പറയുന്ന പേരെന്തെന്നാണ്, എന്താണത്? അതാണ് പ്രൊമനേഡ് എന്ന് പറയുന്നത്. എന്താണ് പ്രൊമനേഡ് ആണ് ആ ഒരു പബ്ലിക് സ്പേസ് ഫോർ വാക്കിംഗ്. നമുക്ക് ഇങ്ങനെ നീണ്ട് ആ ഒരു നല്ല വീതിയുള്ള ആ ഒരു നടക്കാനുള്ള സ്പേസിനെയാണ് നമ്മൾ പ്രൊമനേഡ് എന്ന് പറയുന്നത്. ബൈവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈവേ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്താ സർവീസ് റോഡ് എന്നൊക്കെ പറയത്തില്ല, അതായത് ഒരു മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ചെറിയൊരു സർവീസ് റോഡ്, അതിനെയാണ് നമ്മൾ ബൈവേ പറയുന്നത്. എന്താണ് അലൈ എന്ന് പറഞ്ഞാൽ? അലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരോ പാസേജ് ആണ്. നാരോ പാസേജ്. എവിടെയുള്ള നാരോ പാസേജ്? ഒന്നുകിൽ എന്താണ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ഓർ ബിഹൈൻഡ് ദ ബിൽഡിംഗ്. ഒന്നുകിൽ എന്താണ് നമ്മുടെ ബിഹൈൻഡ് ബിൽഡിംഗ്, ഒന്നെങ്കിൽ രണ്ട് ബിൽഡിങ്ങിന്റെ ഇടക്കുള്ള ചെറിയൊരു നാരോ പാസേജ്, അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ പുറകിലുള്ള നാരോ പാസേജ് ആണ് അലേ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഈ മെയ്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് പാത്ത് ആണ്. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയത്തില്ല, ഇങ്ങനെ ഒരേപോലെ തോന്നും എല്ലാ വഴികളും. ഇവിടെ തുടങ്ങി എന്താണ് എൻഡ് ചെയ്യണ സ്ഥലം, നമ്മൾ ആ ഒരു പസിൽ കളിക്കത്തില്ല, അതേപോലത്തെ വഴികളെയാണ് നമ്മൾ മെയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഷീ സെഡ് ടു ഹിം സ്റ്റേ ഹിയർ അൺടിൽ യുവർ ടേൺ കംസ്, റിപ്പോർട്ട് ദ ഗിവൺ സെന്റൻസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റേ ഹിയർ അൺടിൽ യുവർ ടേൺ കംസ്, അതായത് നിന്റെ ടേൺ എത്തും വരെ നീ ഇവിടെ എന്ത് ചെയ്യണം, സ്റ്റേ ചെയ്യണം എന്നാണ്. ഇവിടെ എന്താണിത്, അല്ലെ ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് അല്ലെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് വേണം, അങ്ങനത്തെ സെന്റൻസ് ആകുമ്പോൾ റിക്വസ്റ്റഡ് ആ ഒരു ഫോർമാറ്റിലായിരിക്കണം വരേണ്ടത്, അല്ലെങ്കിൽ കമാൻഡ് ചെയ്യുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ബട്ട് ടോൾഡ് നമ്മളോട് യൂസ് ചെയ്യാറില്ല, നമുക്കിതങ്ങ് വെട്ടിക്കളയാം. പിന്നെന്താ വരേണ്ടത്? ഷീ റിക്വസ്റ്റഡ് ഹിം ടു സേ ദയർ, അല്ലെ അവിടെയാണെന്നുള്ള കാര്യം വേണം അല്ലെ. അപ്പൊ ദയർ എന്നുള്ള വേണം. ഹിം ദാറ്റ് ഹി ഷുഡ് സ്റ്റേ ദയർ അൺടിൽ ഹിസ് ടേൺ കം. അതേപോലെ തന്നെ അൺടിൽ യുവർ ടേൺ
കംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആരോടാ പറഞ്ഞിരിക്കുന്നത്? അൺടിൽ സ്റ്റേ ഹിയർ അൺടിൽ യുവർ ടേൺ കംസ്. ഷീ സെഡ് ടു ഹിം, അവനോടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വേണം? അവൻ എന്നുള്ള ആ ഒരു ഇതിൽ ബാക്കിയെല്ലാം ഓക്കെ തന്നെയാണ്. അപ്പൊ അതും അവിടെ നമുക്ക് ആൻസർ ആയിട്ട് നമുക്ക് മാറ്റിക്കളയാൻ പറ്റില്ല. ഇവിടെ നോക്കിക്കേ, ഷീ സെഡ് ടു ഹിം സ്റ്റേ ദെയർ അൺടിൽ ഹെർ ടേൺ കം. ഹെർ ടേൺ എന്നല്ല അല്ലേ വരേണ്ടത്, അവിടെ എന്താണ്? ഹിം, അവനോടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതുമല്ല എന്ന് മനസ്സിലായി. പിന്നെന്താ ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് വരേണ്ടത്? നമുക്കറിയാം ഇമ്പറേറ്റീവ് സെന്റൻസ് വരുമ്പോൾ കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ഒരു ടു വരണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് അത് ഉള്ളത്? ഇതാണ് ആൻസർ. ശരിക്കും നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഇത് രണ്ടും വെച്ചിട്ടാണ് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് എളുപ്പം. അവിടെ ഹെർ വന്നുകൊണ്ട് തന്നെ അത് അല്ലാന്ന് മനസ്സിലാകും. ഷീ റിക്വസ്റ്റഡ് ഹിം, എന്താ? ടു, അത് കണക്റ്റിംഗ് വേർഡ് ആണ്, അത് പഠിച്ചു വെക്കണം. സ്റ്റേ ദയർ അൺടിൽ ഹിസ് ടേൺ, അവന്റെ ടേൺ എത്തും വരെ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം എന്നുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഇസ് ദ ആന്റോണിം ഓഫ് ദ വേർഡ് ഡിഫിയൻസ്? ഡിഫിയൻസിന്റെ ആന്റോണിം ആണ്. ഡിഫിയൻസ് എന്ന് പറഞ്ഞാൽ ധിക്കാരം, അവഹേളനം, ആ ഒരു ഇതാണ്. അനുസരണ ഇല്ലായ്മ, അതൊക്കെയാണ്. അപ്പൊ ഇവിടെ വരേണ്ടത് ഏതാണ്? സബ്മിഷൻ ആണ്. സബ്മിഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും സമർപ്പിക്കൽ, അനുസരണയുള്ള ആ ഒരു മീനിങ് ഒക്കെയാണ് കേട്ടോ സബ്മിഷൻ വരേണ്ടത്. അപ്പൊ നിങ്ങൾ ഇത് തന്നെ പഠിച്ചു വെക്കുക. ഡിഫിയൻസ് എന്താണ്? സബ്മിഷൻ ആണ് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ദ ഐഡിയമാറ്റിക് എക്സ്പ്രഷൻ ടു മേക്ക് ദ വിൻഡ് ഔട്ട് ഓഫ് സെയിൽസ് എന്നാണ്. അതായത് അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഡീമോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കോൺഫിഡൻസ് കളയുക എന്നുള്ളതൊക്കെയാണ്. ഇത് നമ്മുടെ പ്രൊവിഷണൽ ഇതായിരുന്നു തന്നിരുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഫൈനൽ വന്നപ്പോഴേക്കും ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ അണ്ടർലൈൻഡ് വേർഡ് വിത്ത് കറക്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച്. ഏതാണ്? ബ്ലഡ് ഷോട്ട്. ബ്ലഡ് ഷോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ ലോങ് നൈറ്റ് ഓഫ് ട്രാവലിംഗ് ലെഫ്റ്റ് മീ ദ ബ്ലഡ് ഷോട്ട് ഐസ്. ബ്ലഡ് ഷോട്ട് ഐസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഐസ് എന്ന് പറയുന്നത് നമുക്കറിയാം നൗൺ ആണല്ലേ. അതായത് ബ്ലഡ് ഷോട്ട് ഐ, നല്ല ചുവന്ന കണ്ണുകൾ എന്നുള്ളതാണ്. അപ്പൊ അവിടെ എന്താണ്? ബ്ലഡ് ഐ അതായത് നൗണിനെ ആണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബ്ലഡ് ഷോട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് അഡ്ജക്റ്റീവ് ആയിരിക്കും. നൗണിനെ പറയുന്നതല്ലേ നമ്മൾ അഡ്ജക്റ്റീവ് എന്ന്. നൗണിനെ എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നതാണ് നമ്മൾ അഡ്ജക്റ്റീവ് വരുന്നത്. വെർബിനെ എന്താണ് പറയുന്നത്? വെർബിനെ പറയുമ്പോൾ അത് എന്ത് വരും? ആഡ്വെർബ് വരും. അപ്പൊ ഇവിടെ എന്താണ്? ഐസ് എന്ന് പറയുന്നത് നൗൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഏതാണ്? അഡ്ജക്റ്റീവ് ആണ്. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഫ്യൂ പീപ്പിൾ സീംസ് ടു അണ്ടർസ്റ്റാൻഡ് ദീസ് ന്യൂ റെഗുലേഷൻസ്. എന്താണ്? ഫ്യൂ പീപ്പിൾ. ഫ്യൂ എന്ന് വരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഫ്യൂ ലിറ്റിലൊക്കെ വരുമ്പോൾ അത് നെഗറ്റീവ് വേർഡ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇത് നെഗറ്റീവ് വേർഡ് ആണ്. നമ്മുടെ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ടാഗ് പോസിറ്റീവ് ആകുമ്പോഴേക്കും ഒന്നുകിൽ എന്ത് വരാം? ഡു വി വരാം, അല്ലെങ്കിൽ ഡു ദേ വരാം. ഡോണ്ട് വിയും വരില്ല, ഡോണ്ട് ദേയും വരില്ല അല്ലെ. പോസിറ്റീവ് ആയിരിക്കണം ടാഗ് എന്ന് പറയുന്നത്. ഫ്യൂ പീപ്പിൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വരേണ്ടത്? ഫ്യൂ പീപ്പിൾ, കുറച്ച് ആൾക്കാർ. അപ്പൊ എന്താണ് അവിടെ ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോഴേക്കും ദേ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഓപ്ഷൻ സി ഡു ദേ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ ഫ്യൂ ലിറ്റിൽ ഒക്കെ വരുമ്പോഴേക്കും നെഗറ്റീവ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കംപ്ലീറ്റ് ഗിവൺ സെന്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. ഫ്രേസൽ വെർബ് ആണ് വേണ്ടത്. എവരിവൺ എക്സ്പെക്ടഡ് ഹിം ടു എന്താണ്? ഡാഷ് വിത്തിൻ എ വീക്ക് ആൻഡ് സ്റ്റാർട്ട് സക്സീഡിങ്. എവരിവൺ എക്സ്പെക്ടഡ് ഹിം, അവൻ എല്ലാവരും പ്രതീക്ഷിക്കുന്ന എന്താണ്? ഒരു അല്ലെ വിത്തിൻ എ വീക്ക്, ഒരു വീക്കിനുള്ളിൽ തന്നെ അവൻ എന്താണ്? വീണ്ടും വിജയിച്ച് വരും എന്നുള്ളത്. അപ്പൊ അതിനെ പറയുന്നത് കം അറൗണ്ട് ആണ്. അതായത് റീഗെയിൻ സ്ട്രെങ്ത്. ഇപ്പൊ അസുഖങ്ങളായിട്ടൊക്കെ കിടക്കുന്നവരാണെങ്കിൽ റീഗെയിൻ സ്ട്രെങ്ത്, കം അറൗണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു മീനിങ് ആണ് വരേണ്ടത്. അതായത് എവരിവൺ, എല്ലാവരും പ്രതീക്ഷിച്ച എന്താണ്? എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അവൻ എന്താണ്? അവന്റെ സ്ട്രെങ്ത് ഒക്കെ വീണ്ടെടുത്ത് അവൻ എന്താണ്? ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? സക്സീഡ് ചെയ്യുന്നുള്ളതാണ് ആ ഒരു മീനിങ് ആയിട്ട് വരേണ്ടത്. അപ്പൊ അത് ഏതാണ്? കം അറൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ കം ബൈ എന്താണ്? കം ബൈ എന്ന് പറഞ്ഞാൽ ഒപ്റ്റെയിൻ ചെയ്യുക, വന്നു ചേരുക എന്നൊക്കെയുള്ള മീനിങ് ആണ് കം ബൈ എന്ന് പറയുന്നത്. വന്നു ചേരുക. ഇനി കം അബൌട്ട് ആണെങ്കിലോ? ടു ഹാപ്പൻ. കം അബൌട്ട് എന്ന് പറയുമ്പോൾ ടു ഹാപ്പൻ ആണ്, അതായത് സംഭവിക്കുക എന്ന്. കം അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തു വരിക, അടുത്തു വരിക. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഹാപ്പനിങ് സൂൺ. ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കം അപ്പ് പറയുന്നത്. ഹാപ്പനിങ് സൂൺ ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. തൻ പ്ലസ് കൽ. ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. തൻ പ്ലസ് കൽ എന്ന് പറയുന്നത് തങ്കൽ. ഇത് PSC പണ്ട് നേരത്തെ ചോദിച്ചിട്ടുണ്ട്, തൻ പ്ലസ് കൽ തങ്കലായിട്ട്. പക്ഷെ ഇപ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്? അവരത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ നമുക്ക് കുറച്ച് നോക്കാം. എന്തൊക്കെയാണ്? പെൺ അല്ലെ. പെൺ പ്ലസ് കള്ളാണ് എന്തെന്ന് പറയുന്നത്? പെങ്ങൾ. പെൺ പ്ലസ് കള്ള എന്താണ്? പെങ്ങളാണ്. ഇനി നിൻ പ്ലസ് കള്ള എന്താണ്? നിൻ പ്ലസ് കള്ളെന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. ഓക്കെ, ഇനി എന്താണ്? വൻ പ്ലസ് ചതി. വൻ പ്ലസ് ചതി എന്ന് പറഞ്ഞാൽ എന്താണ്? വഞ്ചതി, വഞ്ചതി. അതേപോലെ കേമം പ്ലസ് അൻ. എന്താണ്? കേമം പ്ലസ് അൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കേമൻ, കേമൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നതിന് സമാനമായ എന്താണ് പഴഞ്ചൊല്ലാണ് വേണ്ടത്? ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. അതായത് എന്താണ്?
മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുള്ളതാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. 2 കുതിരകളെ കെട്ടിയ വണ്ടിയിൽ 4 ഭടൻ കയറി വന്നു. 2 കുതിര കെട്ടിയ വണ്ടിയിൽ 4 ഭടന്മാർ കയറി വന്നു. നോക്കിക്കേ, ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 2 കുതിര കെട്ടിയ വണ്ടിയിൽ 4 ഭടന്മാർ കയറി വന്നു. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. മാങ്ങാക്കറി എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹരൂപം. മാങ്ങാക്കറി എന്ന് പറയുമ്പോൾ ഏതാണ്? മാങ്ങയാൽ കറി. ഇതാണ് മാങ്ങാക്കറി എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്ന എതിർലിംഗ പദങ്ങൾ തെറ്റായ ജോഡി. തെറ്റാണ്. അപ്പൊ നമുക്ക് ബാക്കി ശരിയെല്ലാം പഠിച്ചു വെക്കണം. പിട പൂവനാണ്, മഹതി മഹാനാണ്, പിടി കൊമ്പനാണ്, മാനി എന്ന് പറഞ്ഞാൽ ആണ്, അതായത് മാനമുള്ളവൻ എന്നൊക്കെ വറുത്തതില്ലേ, ഇത് രണ്ടും എന്താണ്? ആ ഒരു പുല്ലിംഗ ശബ്ദമാണ്. അപ്പൊ ഇതാണ് ഇവിടെ തെറ്റായ ജോഡി എന്ന് പറയുന്നത്. അപ്പൊ പഠിച്ചു വെക്കുക. പിട പൂവനാണ്, മഹതി മഹാനാണ്, പിടിയാണെങ്കിൽ അത് കൊമ്പനാണ്. നമ്മൾ പിടിയാന കൊമ്പനാന എന്ന് പറയത്തില്ലേ? പിടക്കോഴി പൂവൻകോഴി, അതാണ് ആ ഒരു കൺസെപ്റ്റിലാണ് കേട്ടോ. ലാഭേച്ഛയോടുകൂടിയുള്ള വിലപേശൽ എന്നർത്ഥം വരുന്ന ശൈലി. ലാഭേച്ഛയോടുകൂടിയുള്ള വിലപേശലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കുതിരക്കച്ചവടം എന്ന് പറയുന്നത്. കുതിരക്കച്ചവടം. ഇനി എന്താണ്? കാട് എന്നർത്ഥം വരാത്ത പദം. അപ്പൊ എന്ത് പഠിക്കണം നമ്മള്? കാടിന്റെ അർത്ഥങ്ങൾ പഠിച്ചു വെക്കണം അല്ലെ. അപ്പൊ കാട് എന്തൊക്കെയാണ്? കാന്താരം എന്താണ്? കാടാണ് അല്ലെ. അതേപോലെ വിഭിന്നം എന്താണ്? കാടാണ്. പിന്നെന്താണ്? അടവി എന്താണ്? കാടാണ്. കന്ദരം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. കന്ദരം ഗുഹ അല്ലെ. കന്ദരം കഴുത്ത്, കന്ദരം ആ ഒരു നമ്മൾ മീനിങ്ങിൽ പഠിച്ചിരുന്നു. അപ്പൊ അതിൽ ഏതാണ്? കന്ദരം. ഇവിടെ ഗുഹയാണ്. ഗുഹ. അപ്പൊ ഇവിടുത്തെ അർത്ഥം വരാത്തെന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ്. ഇനി ഗുഹയ്ക്ക് മറ്റു മീനിങ്ങൾ എന്തൊക്കെയാണ്? ഗുഹ എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറയാം? ഗഹ്വരം. ഗഹ്വരം എന്താണ്? ഗുഹയാണ്. അടുത്ത എന്താണ്? കന്ദരം എന്താണ്? ഗുഹയാണ്. കന്ദരം. അടുത്ത എന്താണ്? ബിലം എന്താണ്? ഗുഹയാണ്. ഓക്കെ, എങ്കിൽ പക്ഷി എന്താണ്? പക്ഷി എപ്പോഴും ചോദിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ്? പതംഗം. പതംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷിയാണ്. വിഹകം എന്താണ്? പക്ഷിയാണ്. ഗഗം എന്താണ്? പക്ഷിയാണ്. ഇനി പർവ്വതമാണെങ്കിലോ? പർവ്വതം. പർവ്വതത്തിന് ഏതൊക്കെയാണ് വരുന്നത്? അദ്രി എന്ന് പറഞ്ഞാൽ പർവ്വതമാണ്. അചലം, അതേപോലെ ഗിരി, പിന്നെന്താണ്? ശൈലം. ഇതൊക്കെ എന്താണ്? പർവ്വതത്തിന് പര്യായ പദങ്ങളാണ്. കാട്, കാന്താര, വിപിനം, അടവി. കന്ദരമാണെങ്കിൽ ഗുഹയാണ്. പിന്നെന്തൊക്കെയാണ്? ഗഹ്വരമുണ്ട്, ബിലമുണ്ട്. പക്ഷി എന്ന് പറഞ്ഞാൽ പതംഗമുണ്ട്, വിഹകമുണ്ട്, ഖഗമുണ്ട്. പർവ്വതം എന്നാൽ എന്താണ്? അദ്രി, അചലം, ഗിരി, ശൈലമാണ്. താഴെ തന്നിരിക്കുന്ന വിപരീത പദങ്ങളിൽ തെറ്റായ ജോഡി. തെറ്റാണ് നമുക്ക് വേണ്ടത് അല്ലെ. അവിടെ നമുക്ക് തെറ്റായത് ഏതാണ്? പ്രയാസം, ആയാസം അല്ലെ. ഈ പ്രയാസം, ആയാസപ്പെട്ട് രണ്ടും ഏകദേശം ഒരേ മീനിങ് ആണ്. ഇതാണ് നമ്മുടെ തെറ്റെന്ന് പറയുന്നത്. പ്രയാസത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാവുന്ന എന്താണ്? നിഷ്പ്രയാസം. പ്രയാസം, നിഷ്പ്രയാസം അല്ലെങ്കിൽ എളുപ്പം എന്നൊക്കെ വരും. ഇതാണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരേണ്ടത്. അപേക്ഷ, ഉപേക്ഷ ശരിയാണ്. പ്രഭാതം പ്രദോഷമാണ്. നിർജീവം സജീവമാണ്. അപ്പൊ ഈ 3 എണ്ണം പഠിച്ചു വെക്കുമല്ലോ. പ്രയാസം ഓപ്പോസിറ്റ് നിഷ്പ്രയാസം, അപേക്ഷ ഉപേക്ഷ, പ്രഭാതം പ്രദോഷം, നിർജീവം സജീവമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം നമ്മൾ ഒത്തിരി തവണ കണ്ടല്ലേ ഈ യാദൃച്ഛികം. ഏതാണ്? ഓപ്ഷൻ സി യാദൃച്ഛികം. ഇതാണ് ശരിയെന്ന് പറയുന്നത്. അതേപോലെ ആ ഇച്ഛാവരണ എന്തൊക്കെയാണ്? അച്ഛൻ അല്ലെ. അതേപോലെ തുച്ഛം, പിന്നെ എന്തൊക്കെ വരാം? ഇച്ഛ അല്ലെ. അതേപോലെ പുച്ഛം, ഇതൊക്കെ എന്താണ്? ഈ ഇച്ഛ വരുന്ന വാക്കുകളാണ്. ഇച്ഛാശക്തി എന്നൊക്കെ പറയാം. നമ്മെ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എന്താണ്? നമ് പ്ലസ് എ ആണ് അവിടെ നമ്മെ എന്ന് വരുന്നത്. നമ് പ്ലസ് എ ആണ് നമ്മെ വരേണ്ടത്. നെക്സ്റ്റ് മാത്സ് ആണ് വരുന്നത്. 154/24. എത്ര ക്വസ്റ്റ്യൻ നമുക്കറിയാം? 10 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ മാത്സിനും വരുന്നത്. എന്തൊക്കെയാന്ന് നോക്കിക്കേ. ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ച് 10 കൂട്ടിയപ്പോൾ 130 കിട്ടി. സംഖ്യ എന്താ? സിമ്പിൾ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ. സംഖ്യ നമുക്കറിയില്ല അല്ലെ. സംഖ്യ നമ്മൾ എക്സ് ആക്കി എടുത്താൽ ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ചു 10 കൂട്ടിയപ്പോൾ 130 കിട്ടി. ഇവിടെ ആൻസർ എത്രയായിരിക്കും? 4x എന്ന് പറയുന്നത് ഇതിപ്പുറം വരുമ്പോഴേക്കും മൈനസ് ആകും. 130 മൈനസ് 10 എന്ന് വരും. അതായത് 4x എന്ന് പറയുന്നത് 120 ആകും. എക്സ് എന്ന് പറയുന്നത് 120 ഡിവൈഡ് ബൈ 4. അതായത് എക്സിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എത്ര വരും? 30 വരും. നമുക്ക് എന്താ? സംഖ്യയല്ലേ വേണ്ട. നോക്കിക്കേ. ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ച് 10
10 കൂട്ടിയപ്പോൾ 130 കിട്ടി. 30 × 4 120 + 10. അല്ലെങ്കിൽ ഇതിന് എന്ത് ചെയ്ത് നോക്കാം? 20 × 4 80, 80 + 10 ചെയ്ത് നോക്കാം, 90 ആണ്. അപ്പൊ ഇതെല്ലാം ആൻസർ 30, 30 × 4 30 ആണല്ലോ ആൻസർ. അടുത്ത് നോക്കാം, 40 × 4 + 10 നോക്കിക്കേ, 160 + 10 170 വരും. അപ്പൊ ഇതുമല്ല ആൻസർ. 50, 50 × 4 + 10 എന്ന് പറയുന്നത് 210 ആണ്. ഇതുമല്ല ആൻസർ. അപ്പൊ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. ഇതൊക്കെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഡയറക്റ്റ് എന്ത് ചെയ്യാം? ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമുക്കിത് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. 10% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിന്ന് തോമസ് 15,000 രൂപ കടമെടുത്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ 10,000 രൂപ തിരിച്ചടച്ചു. ബാക്കി എത്ര രൂപ അടക്കണം? 2 വർഷമാണ്. എന്താണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്? 2 വർഷത്തിന് ഇങ്ങനെയല്ലേ നമ്മൾ കോഡ് പഠിച്ചിരിക്കുന്നത്? 2 വർഷമാണെങ്കിൽ 1 to 1, 3 വർഷമാണെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടി ഇവിടെ 3, ഇത് രണ്ടും കൂടി കൂട്ടി 3, ഇവിടെ എത്രയാണ്? ലാസ്റ്റ് 1 ഇട്ട് കൊടുക്കുക. 4 വർഷമാണെങ്കിൽ 1, 1 3 കൂടി കൂട്ടി 4, 3 3 കൂട്ടി 6, 1 3 കൂട്ടി 4, ലാസ്റ്റ് 1. ഇതാണ് ഇത് 1 വർഷത്തെ കണക്ക്, ഇത് 2 വർഷം, ഇത് 3 വർഷത്തെ കണക്ക്, ഇത് 4 വർഷത്തെ കണക്ക്. ഇങ്ങനെയാണ് ട്ടോ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ 1 to 1 ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര രൂപയാണോ നിക്ഷേപിച്ചത് ആദ്യം എടുത്ത് എഴുതുക. എത്ര ശതമാനം പലിശ നിരക്കിലാണ്? 10%. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ എന്ത് ചെയ്യണം? അതിന്റെ 10% കണ്ടുപിടിക്കണം. ഒരു 0 വെട്ടിക്കളഞ്ഞാൽ മതി. എഗെയിൻ എന്ത് ചെയ്യണം? വീണ്ടും 10% കണ്ടുപിടിക്കണം. ഇതിന്റെ 10%, അപ്പൊ 150 വരും. ഇനി എന്താണ്? ഇത് തമ്മിൽ ഗുണിച്ച് നേരെ താഴെ എടുത്ത് എഴുതുക. ഇവിടെ ആൻസർ എത്ര വരും? 15,000. ഇവിടെ എത്ര വരും? 2 × 1,500 എന്ന് പറയുന്നത് 3000. അടുത്ത 180. മൊത്തം അയാൾ അടക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 15,000, 3000, 150. ഇതാണ് അയാൾ മൊത്തം അടക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. അതായത് 18,150 18,180 അയാൾ അടക്കേണ്ടത് അല്ലെ? അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് ആൻസർ എന്ന്. പക്ഷെ അയാൾ എത്ര അടച്ചു? ഒരു 10,000 രൂപ അയാൾ ബാങ്കിൽ കൊണ്ട് അടച്ചല്ലോ. ബാക്കി ഇനി അയാൾക്ക് എത്രയാണ് അടക്കേണ്ടത്? 8,150 രൂപയാണ് അയാൾ അടക്കേണ്ടത്. ഇനി ചോദിക്കാം, ഇതേ തന്നെ 2 ബാങ്കുകളിലായിട്ട്, ഒരു ബാങ്കിൽ കൂട്ടുപലിശ നിരക്കിലും മറ്റൊരു ബാങ്കിൽ സാധാരണ പലിശ നിരക്കിലും നിക്ഷേപിച്ചു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ആൻസർ. ഇത് സാധാരണ പലിശ മാത്രമായിട്ട് കിട്ടുന്നതാണ്. ഇത് ടോട്ടൽ ആണ് അയാൾക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 5:4 എന്ന അംശബന്ധത്തിലാണ്. അതിന്റെ പരപ്പളവ് 320 ചതുരശ്ര മീറ്റർ ആയാൽ വീതി എത്ര? ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം. നീളവും വീതി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലും ബിയും 5:4 ആണ്. അതായത് ഏരിയ എന്ന് പറയുന്നത് L × B ആണ്. നമുക്കിവിടെ എന്ത് ചെയ്യാം? 5x 4x ആക്കി കൊടുക്കാം. ഓക്കെ ആണല്ലോ? ഏരിയ 320 ആണ്. 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? അല്ല, L എന്ന് പറയുമ്പോൾ 5x ആണ്, ഇൻറ്റു B എന്ന് പറയുന്നത് 4x ആണ് അല്ലെ? ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ തന്നിട്ടുണ്ട്. 320 എന്ന് പറയുന്നത് 5 × 4 20 x² വരും. ഓക്കെ, അതായത് x² എന്ന് പറയുന്നത് ഓൾറെഡി ഒരു 320 ഉണ്ട്, ഡിവൈഡ് ബൈ 20 എന്ന് വരും. അതായത് കട്ടായി പോകും. 32/2 എന്ന് പറയുമ്പോൾ 16. ഈ 16 ആണ് x². സോ x എന്ന് പറയുമ്പോൾ എത്ര വരും? √16. അതായത് 4 ആണ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വീതി എത്രയെന്നാണ്. വീതി എന്ന് പറയുമ്പോൾ അത് ഏതാണ്? 4x ആണ്. സോ 4 × 4 16 ആണ് വീതി എന്ന് പറയുന്നത്. 16 മീറ്റർ ആണ്. ഓക്കെ, ഇനി നീളമാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യണം? 5 × 4 20 ആണ് നീളം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന സംഖ്യയിൽ ഒറ്റയാൻ ആര്? ഇവിടെ നമുക്ക് പല ലോജിക്കും എടുക്കാം. ഇവിടെ നോക്കിക്കേ, ബാക്കി എല്ലാം ഇരട്ട സംഖ്യകളാന്നിരിക്കുന്നത്. ഇത് മാത്രം എന്താണ്? അല്ല, ബാക്കി എല്ലാം ഒറ്റ സംഖ്യയാണ്, ഇത് മാത്രം ഇരട്ട സംഖ്യയാണ്. ആ ലോജിക്കിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ എന്താണ്? 8നെ നമുക്ക് 2ന്റെ ക്യൂബ്, ഒരു സംഖ്യയുടെ ക്യൂബ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. ഏറ്റവും എളുപ്പം ഇതാണ്. എല്ലാം ഒറ്റ സംഖ്യകളാണ്, 8 മാത്രം എന്താണ്? ഇരട്ട സംഖ്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സമചതുര സ്തംഭാകൃതിയിലുള്ള തടിക്കഷ്ണത്തിന്റെ, അപ്പൊ എന്താണ്? സമചതുര സ്തംഭമാണ് അല്ലെ? അതായത് അതിന്റെ മീനിങ് എന്താണ്? താഴെ സമചതുരമായിരിക്കും. ഓക്കെ, താഴെ സമചതുരമായിരിക്കും, മുകളിലോട്ട് എന്താണ്? അല്ലെ, നീളമായിരിക്കും. അതിന്റെ എന്താ പറഞ്ഞിരിക്കുന്നത്? തടിക്കഷ്ണത്തിന്റെ പാദത്തിന്റെ വശങ്ങൾക്ക് 10 സെന്റിമീറ്റർ നീളമുണ്ട്. അപ്പൊ ഇത് 10 ആണ്, ഇത് 10 ആണ്, ഇത് 10, ഇത് 10. ഉയരം 20 ആണ്. ഉയരം 20 ആണ്. ഇതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ വൃത്തസ്തംഭം എന്ന് പറയുമ്പോൾ ഇതല്ലേ വൃത്തസ്തംഭം എന്ന് പറയുന്നത്?
ഓക്കെ, ഈ വൃത്തസ്തംഭത്തിനും എന്താണ് ഇവിടം മുതൽ ഇവിടം വരെ ഹൈറ്റ് എടുക്കാൻ പറ്റും. അപ്പൊ 20 വരും. ഇതേണ്ട അതിങ്ങനെയാണ് നമ്മൾ വൃത്തസ്തംഭം നമുക്ക് മാക്സിമം ചെത്തിയെടുക്കാൻ വേണ്ടി പറ്റുന്നത്. അതായത് അതിന്റെ ആരം എന്ന് പറയുന്നത് എത്രയാണ്? 10 തന്നെ. 10 ആയിരിക്കും വ്യാസം എന്ന് പറയുന്നത്. സോ ആരം എത്രയായിരിക്കും? 10ന്റെ പകുതി 5 ആണ്. ഹൈറ്റ് എത്രയാണ്? 20 തന്നെയാണ്. ഇനി നമുക്ക് എന്താണ് വ്യാപ്തമല്ലേ കണ്ടുപിടിക്കേണ്ടത്? വ്യാപ്തം, വോളിയം എന്ന് പറയുന്നത് എന്താണ്? അല്ലെ, പാദവിസ്തീർണം ഇൻറ്റു ഉയരം πr², അതാണ് താഴെയുള്ളത്, ഇൻറ്റു ഉയരം. ഏതൊരു സ്തംഭത്തിന്റെയും വ്യാപ്തം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പാദവിസ്തീർണം ഇൻറ്റു ഉയരം ചെയ്താൽ മതി. ഇപ്പൊ ഇതിന്റെ വ്യാപ്തമാണെങ്കിൽ എന്താണ്? പാദവിസ്തീർണം എന്ന് പറയുന്നത് എന്താണ്? a² ആണ്. a²h ആയിരിക്കും ഇതിന്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ ഇതൊരു ചതുരസ്തംഭമാണെങ്കിലോ വോളിയം എന്ന് പറയുന്നത് പാദം എന്താണ്? L ഇൻറ്റു ബി ഇൻറ്റു എച്ച് ചെയ്താൽ മതി അതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ. അപ്പൊ ഏതും ആയിക്കോട്ടെ, അതിന്റെ ഏത് സ്തംഭം ആയിക്കോട്ടെ, അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് പാദവിസ്തീർണത്തെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഇവിടെ നോക്കിക്കേ, π ഇൻറ്റു r എന്ന് പറയുന്നത് എത്രയാണ്? 5² ഇൻറ്റു 20. π ഇൻറ്റു 25 ഇൻറ്റു 20 എന്ന് വരും. 25 ഇൻറ്റു 20 എന്ന് പറയുന്നത് 500 ആണ്. 500 π cm² ആണ് എന്തെന്ന് പറയുന്നത്? ഈ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ സമാന്തര ശ്രേണി ഏത്? സമാന്തര ശ്രേണി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കറക്റ്റ് ഫിക്സഡ് നമ്പറിന് എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടി 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 എഴുതുന്നതിനാണ് നമ്മൾ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. രണ്ടിന്റെ കൃതികളുടെ ശ്രേണി നമുക്ക് നോക്കാം. രണ്ടിന്റെ കൃതികൾ എന്ന് പറയുമ്പോൾ 2, 2ന്റെ സ്ക്വയർ 4, 2ന്റെ ക്യൂബ്, അതായത് ഇതാണ് 2, 2ന്റെ സ്ക്വയർ, 2ന്റെ ക്യൂബ്, 2⁴ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. 2ന്റെ ക്യൂബ് 8 ആണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 കൊണ്ട് ഗുണിച്ചാ പോയിരിക്കുന്നത്. ഒരിക്കലും എന്താണ് ഇത് തമ്മിൽ വ്യത്യാസം? ഇവിടുത്തെ വ്യത്യാസം 2 ആണ്, ഇവിടുത്തെ വ്യത്യാസം 4 ആണ്. ഒരിക്കലും ഇത് എന്തല്ല? AP അല്ല. ഇത് എന്താണ്? GP ആണ്. സമഗുണിത പ്രോഗ്രഷൻ ആണ് അല്ലെ. ഒരു സംഖ്യയെ ഗുണിച്ചാണ് പോയിരിക്കുന്നത്. അടുത്ത് നോക്കിക്കേ, എണ്ണൽ സംഖ്യകളുടെ വിൽക്രമത്തിന്റെ ശ്രേണി. എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 1, 2, 3. അതിന്റെ വിൽക്രമം എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്? 1/1, 1/2, 1/3, 1/4 എന്നൊക്കെയാ. ഇത് തമ്മിൽ കുറക്കുമ്പോൾ ഇവിടുത്തെ വ്യത്യാസം എത്രയാണ്? അരയാണ് വ്യത്യാസം. ഇവിടെ നോക്കിക്കേ, 1/3 നിന്ന് 1/2 കുറക്കുമ്പോൾ എത്ര വരും? വ്യത്യാസങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എത്ര വരും? -1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 2 - 3, 3 × 2 6 എന്ന് വരും. -1/6 എന്ന് വരും. ഓക്കെ, അങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതും എന്തല്ല? ഒരു AP അല്ല. ഇനി 3ന്റെ കൃതി. ഇവിടെ 2ന്റെ കൃതി പറഞ്ഞു. അപ്പൊ എന്തായാലും 3ന്റെ കൃതിയും എന്തായിരിക്കില്ല? AP ആയിരിക്കില്ല അല്ലെ. 3, അടുത്തത് 9, അടുത്തത് 27, അങ്ങനെ പോകും. അടുത്തത് 81. ഒരിക്കലും അത് എന്തല്ല? AP അല്ല. ഇനി നമുക്ക് ബാക്കി പെൻഡിങ് ഉള്ളത് ഇത് മാത്രമാണ്. ഒറ്റ സംഖ്യകളുടെ പകുതിയായ ഭിന്നസംഖ്യകളുടെ ശ്രേണി. ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 1, 3, 5, 7. അതിന്റെ പകുതി 1/2 അല്ലെ. അടുത്ത ഏതാണ്? 3/2. അടുത്ത ഏതാണ് വരേണ്ടത്? 5/2. അടുത്ത ഏതാണ്? 7/2. ഇവിടെ നോക്കിക്കേ, ഈ 1/2 നിന്ന് 3/2 കിട്ടാനായിട്ട് നമ്മൾ ഒരു 2/2 കൂട്ടിയാൽ മതി അല്ലെ. 1/2 പ്ലസ് 2/2 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3/2 കിട്ടും. ഇനി ഈ 3/2 നമുക്ക് ഈ 2/2 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3 2 5 5/2 കിട്ടും. അതായത് ഇവിടുത്തെ 1 ആണ്. ഇവിടുത്തെ 1 കൂട്ടിയാണ് ഈ പോയിരിക്കുന്നത്. 2/2 എന്ന് പറയുമ്പോൾ 1 ആണ്. 1 കൂട്ടി നോക്കിക്കേ, 5/2 2/2 കൂട്ടുമ്പോൾ നമുക്ക് 7/2 കിട്ടും. നെക്സ്റ്റ് എന്താണ്? 7/2 2/2 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9/2 കിട്ടും. ഒറ്റ സംഖ്യകളുടെ പകുതിയായ ഭിന്നസംഖ്യകളുടെ ശ്രേണി എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് ഓപ്ഷൻ സി എന്ന് പറയുന്നത് ആൻസർ ആയിട്ട് വരും. നെക്സ്റ്റ് നോക്കാം. 5/16 ദശാംശ രൂപം. ഇവിടെ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ 5നെ എന്ത് ചെയ്യുക? 16 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് നോക്കുക. 16 ഇവിടെ എന്ത് വരും? പോയിന്റ് അല്ലെ. പോയിന്റ് ഇട്ട് കൊടുക്കുക, ഇവിടെ 0 ഇട്ട് കൊടുക്കുക. 3 × 16 എന്ന് പറയുന്നത് 48 ആണ്. 3.3 ആണ് വരേണ്ടത്. അപ്പൊ ഇതല്ല ആൻസർ, ഇതല്ല ആൻസർ. 0.31 ആണോ 0.32 ആണോ നോക്കിയാൽ മതി. ഒരെണ്ണൂടി കണ്ടുപിടിച്ചാൽ മതി അല്ലെ. ഇവിടെ ആൻസർ എത്ര വരും? ഇവിടെ 2 വരും, ഇവിടെ 0 വരും. ഇവിടെ എത്രയാണ്? 16 ഒരു തവണയാണ്. ഇവിടെ ആൻസർ എത്ര വരും? 16 വരും. ഇവിടെ റിമൈൻഡർ 4 വരും അല്ലെ. ഇവിടെ നോക്കിക്കേ, ഇവിടെയും നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് 0.31. 2 കണ്ടുപിടിച്ചാൽ മതി. ബാക്കിയുള്ളത് നമുക്ക് അറിയണ്ട. രണ്ടാമത്തെ നമ്പർ മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. ഇനി ഇവിടെ അടുത്ത കണ്ടുപിടിച്ച് നോക്കുമ്പോൾ എന്ത് വരും? ഇവിടെ 0 വരും അല്ലെ. 2 × 16 എന്ന് പറയുന്നത് 32 ആണ്. ബാക്കി ഇവിടെ 8 വരും. അങ്ങനെ നമുക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. 0.3125 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്.
നെക്സ്റ്റ് നോക്കാം. 6 പൈപ്പുകൾ ഉപയോഗിച്ച് ഒരു ടാങ്കിൽ വെള്ളം നിറക്കുവാൻ 1 മണിക്കൂർ 20 മിനിറ്റ് സമയം വേണം. എന്നാൽ 5 പൈപ്പുകളാണ് എങ്കിൽ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. 6 പൈപ്പ് ഉപയോഗിച്ച് 1 മണിക്കൂർ 20 മിനിറ്റ്, അതായത് മൊത്തം എത്ര മിനിറ്റ് ആയി? 80 മിനിറ്റ് വേണം. എങ്കിൽ 5 മണിക്കൂറിന് എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ അറിയേണ്ട കാര്യം, ഇവിടെ എന്താണ്, ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുകയല്ല. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മുടെ സമയം നമ്മൾ സാധാരണ പറയും 10 മിഠായിക്ക് 20 രൂപയാണെങ്കിൽ 15 മിഠായിയുടെ വില എത്രാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡയറക്റ്റ് ക്രോസ് മൾട്ടിപ്ലൈയും 2 ഉള്ളതിനെ മുകളിൽ എഴുതും, 1 ഉള്ളതിനെ താഴെ എഴുതും. പക്ഷെ ഇവിടുത്തെ വ്യത്യാസം എന്താ? കാര്യം ഇവിടെ നമുക്കറിയാം ഇതാണ് നമ്മുടെ മിഠായി അല്ലെ, ഇത് നമ്മുടെ പൈസയാണ്. ഇവിടെ മിഠായിയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് പൈസ എന്ത് ചെയ്യുന്നുണ്ട്? കൂടിയാണ് വരുന്നത് അല്ലെ. ഒന്ന് കൂടുമ്പോൾ മറ്റേതും ഓട്ടോമാറ്റിക് ആയിട്ട് കൂടുന്നുണ്ട്. മിഠായിയുടെ എണ്ണം കുറച്ചാൽ പൈസയുടെ എണ്ണം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കുറയ്ക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂട്ടുവാണെങ്കിലാണ് ഈ ഒരു മെത്തേഡ് വരുന്നത് അല്ലെ. ഇവിടെ നോക്കിക്കേ, 6 പൈപ്പ് കൊണ്ട് 1 മണിക്കൂർ 20 മിനിറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് 6 എണ്ണം കൊണ്ട് 80 മിനിറ്റ്. 5 പൈപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? പൈപ്പിന്റെ എണ്ണം കുറയ്ക്കുമ്പോൾ ഇവിടെ സമയം എന്ന് പറയുന്നത് കൂടുതൽ എടുക്കും അല്ലെ. 6 പൈപ്പിൽ നിന്ന് നമ്മൾ ശക്തമായിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 80 മിനിറ്റ് കൊണ്ട് നിറയും. പൈപ്പിന്റെ എണ്ണം കുറയ്ക്കുന്നതനുസരിച്ച് ഇവിടെ എന്താണ്? സമയം കൂടി വരും. ഒന്ന് കുറക്കുമ്പോൾ മറ്റേത് കൂടുകയാണ്. അവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് രണ്ടും തമ്മിൽ വരുന്നത്. അങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾ ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇൻഡു ചെയ്താൽ മതി. ബൈ ഒറ്റയ്ക്കുള്ളതിനെ ഡിവൈഡ് ചെയ്യണം. നോക്കിക്കേ, 6 പൈപ്പിന് 80 മിനിറ്റ് ആണെങ്കിൽ 5 പൈപ്പിന് എത്രയെന്ന് ചോദിച്ചാൽ 6 × 80 ചെയ്യണം, ഡിവൈഡ് ബൈ 5 ചെയ്താൽ മതി. ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. 80 5 കൂടി കട്ടായി പോകും. എത്ര തവണ? 16 തവണ. 16 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 96 ആണ്. സോ ഓപ്ഷൻ ഡി 96 മിനിറ്റ് ആണ് നമുക്ക് എന്തിനു വേണ്ടത്? 5 പൈപ്പ് ഉപയോഗിച്ച് ആ ടാങ്ക് നിറക്കാൻ. നമ്മൾ നേരെ എപ്പോഴും ചെയ്യുന്ന കാര്യം, ഇങ്ങനെ എഴുതി പഠിച്ചേക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും? നിങ്ങൾ ഇങ്ങനെ എഴുതും, നേരെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെക്കും. അതല്ല തെറ്റ്. ഇവിടെ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. ഒന്ന് കൂടും. പൈപ്പിന്റെ എണ്ണം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ, പൈപ്പ് ഇവിടെ 6 പൈപ്പിന് പകരം നമ്മൾ 10 പൈപ്പാക്കി, സ്വാഭാവികമായിട്ട് സമയം വളരെയധികം അവിടെ കുറയും. മനസ്സിലായോ? അത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. ഒരു ക്ലോക്കിലെ സമയം 7:30. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും തമ്മിലുള്ള വ്യത്യാസം 30h - 11/2m. 30 × h എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് h, ഇതാണ് m. h എന്ന് പറയുന്നത് 7 ആണ്. -11/2 × 30 എന്ന് വരും. കട്ടായി പോകും. ഇവിടെ 15. 30 × 7 എന്ന് പറയുന്നത് 210 - 11 × 15 എന്ന് പറയുന്നത് 165 ആണ്. 210 നിന്ന് 165 കുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 45 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഏത് നമ്പറിന്റെ 35% 21? ഏതോ ഒരു നമ്പറിന്റെ 35% 21. നമ്മൾ ഇങ്ങനെയല്ലേ ശതമാനം കണ്ടുപിടിക്കുന്നത്? 100ന്റെ 10% എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെയല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഏതോ ഒരു നമ്പറിന്റെ 35%. ഇവിടെ എന്ത് ചെയ്യണം? ഈ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് 21 × 100 ഡിവൈഡഡ് ബൈ 35 ചെയ്യണം. നമുക്ക് 7 കൊണ്ട് കട്ട് ചെയ്യാം. നോക്കിക്കേ, 7 3 21. 35ൽ എത്ര തവണയാണ് 7 പോകുന്നത്? 7 5 35. ഇനി ഇതും കൂടി കട്ടായി പോകും. ഇവിടെ ആൻസർ എത്ര വരും? 2 വരും അല്ലെ. അപ്പോൾ ഇവിടെ 3 × 20 എന്ന് വരും. ആൻസർ വരേണ്ടത് 60 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. 184/24 ആണ്. ഇംഗ്ലീഷ് കഴിഞ്ഞു, മലയാളം കഴിഞ്ഞു, മാത്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യുക? ഡെയിലി ബൂസ്റ്റർ ചെയ്ത് നോക്കുക. മാക്സിമം നമ്മൾ ഡെയിലി ബൂസ്റ്ററിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ടെലഗ്രാം ചാനലും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ PDF കൂടി അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.